ഹായ്, ഇന്ന് നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ താലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജീര റൈസാണ് എടുത്തേക്കുന്നത്. നമ്മളിങ്ങനെ പറ്റിച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ കഴുകിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലേ ഇതിങ്ങനെ അങ്ങ് സ്റ്റിക്കി ആയി പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് പിന്നെ ലാസ്റ്റാണ് നമ്മൾ അടച്ച് വെക്കുന്നത്. ആദ്യം നമ്മൾ തുറന്ന് വെച്ചാണ് ഇത് വേവിക്കേണ്ടത്. ഒരു തിള തിളച്ചാൽ മതി, അത് വെന്ത് കിട്ടും. അപ്പോൾ അതവിടെ വേവുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് ഉലുവായിലയാണ്. ഉലുവയില കയ്പുണ്ടേലും നല്ല ഗുണമുള്ളതാണ്, നല്ല ടേസ്റ്റും ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് തോരൻ പോലെ വെക്കാം. അപ്പോൾ ഇതിനെയും എല്ലാം നമ്മൾ ഇല ഓരോന്നോരോന്ന് പിച്ചിയെടുക്കണം. ഇതിങ്ങനെ ചെടിയായിട്ടാണ് കിട്ടുന്നത്, അതിൻ്റെ ഫുള്ള് ചെടിയായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ പിച്ചിയെടുക്കണം, അതിന് നല്ലൊരു സമയം വേണം. അങ്ങനെ ഞാൻ പിച്ചിയെടുത്തിട്ടുണ്ട്. അതിനെയും കഴുകിയിട്ടൊന്ന് അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഡാൽ കറിയാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ തുവർ ഡാലും മുങ്ക് ഡാലും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇത് സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം ഇത്രയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് വേവാനുള്ള വെള്ളം കൂടി ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഡാൽ കറി സിമ്പിളാണ്. നമുക്ക് ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചാൽ മതി. അതിനകത്തേക്ക് വേണ്ടത് ഞാൻ ഉലുവയില എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഒത്തിരി അങ്ങ് കുരുവരാന്ന് അരിയണ്ട. പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കണം. ജീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ സവാളയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം. നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് ഇതും വെക്കുന്നത്. എന്നിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ആ ഇല ഒന്ന് ഇട്ട് കൊടുക്കണം. ഇത് നല്ല കയ്പ്പാണ് കേട്ടോ, പക്ഷെ വെന്ത് വരുമ്പം വലിയ കയ്പ്പില്ല. ഉലുവയ്ക്ക് കയ്പ്പുണ്ടല്ലോ, ഉലുവയുടെ ഇലയാണിത്, ഉലുവ കിളിപ്പിച്ചതാണ്. അപ്പോൾ അത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ആവി വരണം. ഇതിപ്പോൾ ഒത്തിരി തോന്നുന്നുണ്ട്, പക്ഷേ ആവി വന്നു കഴിയുമ്പോൾ ഇതങ്ങ് നമ്മൾ മുരിങ്ങയിലൊക്കെ ആകുന്ന പോലെ അങ്ങ് ഇച്ചിരിക്കോളം ആകും. എന്നിട്ട് കുറച്ച് പച്ചത്തേങ്ങയും കൂടെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കുറച്ച് തേങ്ങ ഇട്ടാൽ മതി. ഞാനിവിടെ നമ്മുടെ തോരൻ ഇടുന്ന പോലെ ഇട്ടു. ഇടുത്തുകാരൊന്നും ഇങ്ങനെ തേങ്ങ ഇടില്ല, ഒരു നുള്ളു മാത്രമേ ഇടുകയുള്ളൂ. ഇല മാത്രമാണ് വാട്ടി ഇങ്ങനെ കഴിക്കുന്നത്. അപ്പം ഇതിങ്ങനെ ഒന്ന് തോത്തിയെടുക്കണം. ഇത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ല, പക്ഷെ നല്ല ഇലക്കകത്തൊന്നും നല്ല വെള്ളം ഇറങ്ങുന്നുണ്ട്. പിന്നെ അടുത്ത നമ്മൾ പനീറിൻ്റെ ഒരു സബ്ജിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പനീർ ഇവിടെ ബട്ടറിനകത്തൊന്ന് ജസ്റ്റ് ചൂടാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഗുണമുള്ളതാണിത് കേട്ടോ. വയറിനൊക്കെ നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ്, ഇതിൻ്റെ ഇത് കഴിക്കുന്നത്. പിന്നെ നമ്മൾ ബട്ടർ കറി വെക്കാനായിട്ട് ഞാനിവിടെ മസാലയൊക്കെ റെഡിയാക്കിയതിന് ശേഷം കുറച്ച് മട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മട്ടർ ഒന്ന് പകുതി വേവായപ്പോഴത്തേക്ക് നമ്മൾ പനീർ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുക്കി പറ്റിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ പനീറും മട്ടറും കൂടെ ഉള്ളത് കറിയും കൂടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറ് വിളമ്പുവാണ്. ഇതുകൊണ്ട് ഇങ്ങനെ കട്ടയായിട്ടായി കിട്ടും. നമ്മൾ പറ്റിച്ചല്ലേ എടുക്കുന്നത്, വെള്ളം ആവശ്യത്തിന് വെച്ചിട്ട് പറ്റിച്ചെടുക്കും. പിന്നെ നമ്മളിത് ഉടച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് വിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഡാൽ കറി ഞാൻ കടുവെല്ലാം പൊട്ടിച്ച് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു, അതും കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഈ ജീര റൈസിൻ്റെ ഇവിടുത്തെ ചോറിൻ്റെ കൂടെ ഡാൽ കറി മസ്റ്റായിട്ട് വേണം. ഡാൽ കറി ഉണ്ടെങ്കിലേ ഒരു ടേസ്റ്റുള്ളൂ. പിന്നെ പനീറിൻ്റെ സബ്ജി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉലുവയുടെ ഇലയുടെ തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയ ആലുവടിയുടെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അതും ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആലുവടിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. പിന്നെ കുറച്ച് കാക്കടിയും ഇതും ഉള്ളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇവിടുത്തെ താലി. ഇത് നമ്മൾ സ്പെഷ്യൽ ഡേയിലൊക്കെ ഇങ്ങനെ ഇവിടെ ഉണ്ടാക്കും കേട്ടോ. മിക്ക ദിവസവും ഇത് ഇവിടെ ഉണ്ടാക്കും. ഇവിടെ മോക്കൊക്കെ ഇതൊക്കെയാണ് ഇഷ്ടം.